വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടൂൾ എന്ന് വേണേൽ പറയാം സൗണ്ട്. അപ്പോൾ അതിനെ നമുക്കൊരു പെട്ടെന്ന് ഇതിനൊരു ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ടെക്നോളജിക്കലായിട്ടുള്ളൊരു ഒരു ഈസ്തറ്റിക്കൽ രീതിയിൽ നമുക്കൊന്ന് തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ടെക്നോളജിക്കൽ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളിപ്പം അറ്റ് പ്രസൻറ്റിൽ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള ഒരു ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് വരെ ഉള്ള ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് കൊണ്ടുതരാനായിട്ട് ഒരു സിനിമയ്ക്ക് ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് കൊണ്ടുതരാനായിട്ട് പറ്റുന്നൊരു ടൂളാണ് സൗണ്ട് എന്ന് പറയുന്നത്. ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്ന് സിനിമ കാണുന്ന ആൾക്ക് ആ ഒരു ലൊക്കേഷനിൽ ഇരിക്കുന്നെന്നുള്ള ഒരു ഇമ്മേഴ്സീവ് ഒരു എക്സ്പീരിയൻസ് ത്രൂ സൗണ്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് പ്രാധാന്യമുള്ളത്? ഈ ഇരിക്കുന്ന ആൾക്ക് ഒരു ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ സിനിമയിൽ നിന്ന് കിട്ടും. കൂടാണ്ട് ഇപ്പം വന്നിരിക്കുന്ന ബൈനോറൽ സ്പേഷ്യൽ ഓഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റീരിയോ ഫോണിക്കായിട്ടുള്ള ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സറൗണ്ട് ഇമേജും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇതൊക്കെ ശരിക്കും ഒരു ത്രൂ സൗണ്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഒരു കാണുന്ന ആൾക്കും ഒരു കേൾക്കുന്ന ആൾക്കും കൂടുതൽ ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് ആണ് ത്രൂ സൗണ്ട് കിട്ടുന്നത്. ഒരു ഈസ്തറ്റിക്കൽ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ സൗണ്ട് ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ജസ്റ്റ് ഒരു നമ്മൾ വിഷ്വലി കാണുന്ന വിഷ്വൽസിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ട് കൊടുക്കുക എന്ന് മാത്രമല്ല, കൂടാണ്ട് നമുക്കൊരു കഥാപാത്രം ചിന്തിക്കുന്നതും കാഴ്ചക്കാർ ചിന്തിക്കുന്നതും നമുക്ക് ത്രൂ സൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഒരു കഥാപാത്രം ഫീൽ ചെയ്യുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ ഒരു കാഴ്ചക്കാരൻ കാണുന്നതും ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നെങ്കിൽ നമുക്ക് ഈ ത്രൂ ആംബിയൻസിലൂടെ ഒരു ചെണ്ടയടിക്കുന്ന ശബ്ദം കേട്ടു. ചെണ്ടയടിക്കുന്ന ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചെണ്ടയടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയും കിട്ടും. ഇപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഒരു അമ്പലത്തിലെ വരുന്ന ഒരു സംഗീതമാണ് കേൾക്കുന്നതെങ്കിൽ അമ്പലത്തിലെ ഉത്സവമാണെന്ന് നമുക്ക് അതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചർച്ചിലെ ആണെങ്കിൽ നമുക്കതൊരു ചർച്ചിലെ പള്ളിയിൽ നിന്ന് വരുന്നതാണെന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. പിന്നെ കൂടാണ്ട് നമ്മൾ ഈ ചെണ്ട കേൾക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഓണത്തിൻ്റെ പാട്ട് ഒരു ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഓണക്കാലമാണെന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ കൂടാണ്ട് ശബ്ദം എന്ന് പറയുന്നത് ഒരു ലൊക്കാലിറ്റി, ഒരു ലൊക്കേഷൻ, ഒരു പ്ലേസിനെ, ഒരു സ്ഥലത്തിൻ്റെ കഥ പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തിൻ്റെ കഥ പറയുന്നതാണ്. അപ്പോൾ ഓരോ സ്ഥലത്തിനും ആ സ്ഥലത്തിൻ്റെതായിട്ടുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂടാണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ശബ്ദങ്ങൾ, അത് വീണ്ടും നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ്. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ എഫക്റ്റീവ് ടൂളായിട്ട് സിനിമകളിൽ ഉപയോഗിക്കാവുന്നതാണ്. കൂടെ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഉള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സും എല്ലാം കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു വേറെ രീതിയിലുള്ളൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് സിനിമ കാണുന്നതിലൂടെ, ഇതൊരു കാണുക എന്ന് മാത്രമല്ലല്ലോ, ശരിക്കും ജസ്റ്റ് ഒരു കാണുക, ഒരു കഥ മനസ്സിലാക്കുക എന്നുള്ള ഉപരിയായിട്ട് ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ ഒരു തിയേറ്ററൽ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളൊരു ചെറിയ റൂമിലിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളൊരു മൊബൈൽ ഫോണിൽ ഒരു ഹെഡ്ഫോൺസ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകളുണ്ട്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ത്രൂ സൗണ്ടിലൂടെ ചെയ്യാനായിട്ട് പറ്റും. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.